നോക്കിയേ, നമ്മൾ നോക്കുന്നത് കുറച്ച് പ്രീവിയസ് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അതിൽ ആദ്യത്തെ ചോദ്യം നോക്കിയേ, യു ഹാഡ് ബെറ്റർ ഡാഷ്. തന്നിരിക്കുന്ന ചോദ്യത്തില് ഈറ്റ് മോർ ഫ്രൂട്ട്സ് ഉണ്ട്, ടു ഈറ്റ് മോർ ഫ്രൂട്ട്സ് ഉണ്ട്, ഈറ്റൻ മോർ ഫ്രൂട്ട്സ് ഉണ്ട്, ടു എയ്റ്റ് മോർ ഫ്രൂട്ട്സ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു കുട്ടികളെ? നോക്കിയേ, നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. എ ഓപ്ഷൻ. കാരണം എന്താണ്ടേ, ഹാഡ് ബെറ്റർ പഠിച്ചോണം. ഹാഡ് ബെറ്റർ, അതുപോലെ ഹാഡ് റാദർ, ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? V1 ഉത്തരമായിട്ട് വരും. ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, ഹാഡ് സൂണർ പ്ലസ് V1. അതുപോലെ പഠിക്കേണ്ട വാക്കാണ് വുഡ് ബെറ്റർ, അതുപോലെ വുഡ് റാദർ, ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ. ഈ വാക്കുകൾ കഴിഞ്ഞാൽ എന്ത് ചേർത്ത് പറയണം? V1 ഉത്തരമായിട്ട് വരും. വുഡ് ബെറ്റർ, വുഡ് റാദർ, വുഡ് സൂണർ കഴിഞ്ഞാൽ V1 ഉത്തരം. ഈ വുഡ് റാദറിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് പഠിച്ചു വെക്കുക. വുഡ് റാദർ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒബ്ജക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എപ്പോഴും എന്തായിരിക്കണം? V2. വുഡ് റാദർ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒബ്ജക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം എന്ത് എഴുതുക? V2 ഉത്തരമായിട്ട് എഴുതണം. അതുപോലെ ബട്ട്, എക്സെപ്റ്റ്, ദാൻ ഈ വാക്കുകൾ കഴിഞ്ഞിട്ട്. അതുപോലെ സേവ്, ബട്ട്, എക്സെപ്റ്റ്, ദാൻ, സേവ് ഈ വാക്കുകൾ കഴിഞ്ഞാലും V1 ഉത്തരം. ബട്ട്, എക്സെപ്റ്റ്, ദാൻ, സേവ് കഴിഞ്ഞാലും V1 ഉത്തരം. പഠിക്കുക. ലെറ്റ്, അതുപോലെ മേക്ക്, മെയ്ഡ്, ബിഡ്, അതുപോലെ വാച്ച്, സീ, ഹിയർ, ഫീല്. വാച്ച്, സീ, ഹിയർ, ഫീല്. ലാസ്റ്റ് വാക്ക് ഹെൽപ്പ്. വാച്ച്, സീ, ഹിയർ, ഫീല്, ഹെൽപ്പ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒബ്ജക്ട് വന്നിട്ടുണ്ടോ നോക്കുക, എങ്കിൽ ഉത്തരം V1. ലെറ്റ്, മേക്ക്, മെയ്ഡ്, ബിഡ്, വാച്ച്, സീ, ഹിയർ, ഫീൽ, ഹെൽപ്പ് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്ട് അല്ലെങ്കിൽ ഒബ്ജക്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം ഏതാണ്? V1. മറക്കൂലല്ലോ. ടോപ്പിക് ഇൻഫിനിറ്റീവ്സ് ആൻഡ് ബെയർ ഇൻഫിനിറ്റീവ്സ്. ബെയർ ഇൻഫിനിറ്റീവിന്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം നോക്കിയേ. ഡാഷ് ഗിവിംഗ് മീ യുവർ മൊബൈൽ ഫോൺ ഫോർ എ മിനിറ്റ്. കണ്ടല്ലോ. അപ്പൊ നമുക്ക് ഡാഷ് കഴിഞ്ഞിട്ട് കിടക്കുന്നത് ഏതാണ്? ഗിവിംഗ് ആണ്. എല്ലാവരും ഒന്ന് ഉത്തരം ചെയ്തു നോക്കിയേ. എന്നോടൊപ്പം ഉത്തരം ചെയ്തു നോക്കിയേ. ഏത് പറയാം? നമുക്ക് ഉത്തരമായിട്ട് ഏത് വരാം? നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ചെയ്തു നോക്കണേ. എന്നിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തെറ്റിയിട്ടുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കുക. നോക്കിയേ, വുഡ് യു പ്ലീസ് ഉണ്ട്, വുഡ് യു ഉണ്ട്, വിൽ യു മൈൻഡ് ഉണ്ട്, വുഡ് യു മൈൻഡ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു കുട്ടികളെ? നമുക്ക് ഉത്തരമായിട്ട് വരുന്ന വുഡ് യു മൈൻഡ്. ടോപ്പിക് ജെറണ്ടാണ്, നമ്മൾ പഠിച്ചതാണ്. വുഡ് യു മൈൻഡ് വാക്കുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? വുഡ് യു മൈൻഡ്, അതേപോലെ വുഡ് യു മൈൻഡ്, കുഡ് യു മൈൻഡ്, അതുപോലെ ലാസ്റ്റ് വാക്ക് ഡു യു മൈൻഡ്. വാക്കുകൾ ഏതൊക്കെയാണ്? വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ്. കഴിഞ്ഞിട്ട് വരുന്ന വെർബ് എപ്പോഴും ING വെർബല്ല, വാക്ക് എപ്പോഴും ING ആയിരിക്കും. വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് കഴിഞ്ഞിട്ട് വരുന്നത് ING ആയിരിക്കും. ഇ ക്യൂബ് പ്ലസ് ING എന്ന് പഠിച്ചു. ഈ ക്യൂബിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് കുട്ടികളെ? എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ്. ഓക്കെ, കഴിഞ്ഞാൽ ING ഉത്തരം. ഇനി കുറച്ച് ഓപ്പോസിറ്റ് വാക്കുകൾ പഠിച്ചില്ല. ഏതൊക്കെയായിരുന്നു? ലവ് ഓപ്പോസിറ്റ് ഏതാണ്? ഹേറ്റ്. ലവ്, ഹേറ്റ്. സ്റ്റാർട്ട് ആണെങ്കിൽ സ്റ്റാർട്ട്, സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ് എന്ന് വിളിച്ചു. സ്റ്റോപ്പ് അല്ലെങ്കിൽ ഫിനിഷ്. ഇനി കീപ്പ് ആണെങ്കിൽ കീപ്പ്, അവോയ്ഡ്. ഇനി അതേപോലെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഏത്? ലവ്. ലൈക്ക് ആണെങ്കിൽ ലൈക്ക്, ഡിസ്ലൈക്ക്. കുട്ടികളെ, ഈ വാക്കുകൾ ഏത് കഴിഞ്ഞാലും തുടർന്ന് വരുന്ന ഉത്തരം എന്തായിരിക്കണം? ING ആയിരിക്കണം. ലവ്, ഹേറ്റ്, സ്റ്റാർട്ട്, സ്റ്റോപ്പ്, ഫിനിഷ്, കീപ്പ്, അവോയ്ഡ്, ലൈക്ക്, ഡിസ്ലൈക്ക് ഏത് വാക്ക് കഴിഞ്ഞിട്ട് ഡാഷ് വന്നാൽ ING ഉത്തരം. ജെറണ്ടാണ് ടോപ്പിക്, ING ഉത്തരമായിട്ട് വരും. ഓക്കെ, അതേപോലെ നോ യൂസ്. അടുത്ത വാക്കാണ് നോ യൂസ്. നോട്ട് ഗുഡ്, നോട്ട് വർത്ത്, നോ യൂസ്, നോട്ട്
ഗുഡ് നോട്ട് വർത്ത്, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി. കഴിഞ്ഞിട്ട് ഡാഷ് വന്നാലും ING ഉത്തരം. നോ യൂസ്, നോട്ട് ഗുഡ്, നോട്ട് വർത്ത്, വേസ്റ്റ് ഓഫ് ടൈം, വേസ്റ്റ് ഓഫ് മണി. കഴിഞ്ഞാലും ഉത്തരം ING. കാണ്ട് വരുന്ന വാക്കുകൾ പഠിച്ചു. കാണ്ട് ബെയർ, അതുപോലെ കാണ്ട് സ്റ്റാൻഡ്. അടുത്ത വാക്ക് കാണ്ട് ഹെൽപ്പ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഡാഷ് വന്നാലും ING ഉത്തരം. കാണ്ട് ബെയർ, കാണ്ട് സ്റ്റാൻഡ്, കാണ്ട് ഹെൽപ്പ് പ്ലസ് ING. മറക്കരുത്. അതേപോലെ എന്ത് ചെയ്യും, നമ്മുടെ 2+ING വരുന്ന വാക്കുകൾ വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. 2+ING വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ലുക്ക് ഫോർവേഡ്, ലുക്ക് ഫോർവേഡ്. അടുത്തതാണ് ഒബ്ജക്റ്റഡ്, ഒബ്ജക്റ്റഡ്. അടുത്തത് ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്. അടുത്തത് അഡിക്റ്റഡ്, അഡിക്റ്റഡ്. അടുത്തത് അക്യുസ്റ്റോംഡ്, അക്യുസ്റ്റോംഡ്. അടുത്തത് അക്യുസ്റ്റോംഡ്. അടുത്തത് ഡെഡിക്കേറ്റഡ്, ഡെഡിക്കേറ്റഡ്. അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്. ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്. ലാസ്റ്റ് വാക്ക് വിത്ത് എ വ്യൂ, വിത്ത് എ വ്യൂ. ഈ വാക്കുകൾ കഴിഞ്ഞാലും 2+ING ഉത്തരം. ഈ വാക്കുകൾ എന്ത് വരുന്നു? 2+ING. അപ്പൊ 2+ING വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? ലുക്ക് ഫോർവേഡ്, ഒബ്ജക്റ്റഡ്, അഡിക്റ്റഡ്, അക്യുസ്റ്റോംഡ്, ഡെഡിക്കേറ്റഡ്, കമ്മിറ്റഡ്, വിത്ത് എ വ്യൂ. കഴിഞ്ഞിട്ട് 2+ING ഉത്തരം. വളരെ പ്രധാനപ്പെട്ട റൂളാണ് ഞാൻ ഈ പറഞ്ഞത്. അടുത്ത ചോദ്യം നോക്കി. She does everything but dash. She does everything but dash. നോക്കി. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതില് ബട്ട് നമ്മൾ പഠിച്ച സ്ഥാനത്ത് തൊട്ട് മുമ്പ് പറഞ്ഞാണ് ബട്ട് കഴിഞ്ഞിട്ട് ഏത് ഉത്തരം വരുമ്പോഴല്ല, ബട്ട് കഴിഞ്ഞാൽ ഉത്തരം എപ്പോഴും B1 ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ വാക്കുകൾ ഏതൊക്കെ പറഞ്ഞു? ബട്ട്, എക്സെപ്റ്റ്, ദാൻ. ബട്ട്, എക്സെപ്റ്റ്, ദാൻ. നമ്മൾ പറഞ്ഞല്ലോ സേവ്. ഈ വാക്കുകൾ കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? ബെയർ ഇൻഫിനിറ്റീവ്, B1 ഉത്തരം. അതുകൊണ്ട് സിംഗ് അവിടെ ഉത്തരമായിട്ട് വരും. ഏത് വരുന്നോടെ? സിംഗ് നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കി. Which is an example for a complex sentence? താഴെ തന്നിരിക്കുന്നതിൽ കോംപ്ലക്സ് സെന്റൻസിന് എക്സാമ്പിൾ ആയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കേ, he is too tired to walk ഓപ്ഷനിലുണ്ട്. if you don't work hard you cannot succeed ഓപ്ഷനിലുണ്ട്. walk quickly or you will not reach the bus stop on time ഓപ്ഷനിലുണ്ട്. taking his umbrella he went out എന്ന ഓപ്ഷനിലുണ്ട്. ഏതാണ് കോംപ്ലക്സ് സെന്റൻസ്? കോംപ്ലക്സ് സെന്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതാണ്. കോംപ്ലക്സ് സെന്റൻസ് ഒരു മെയിൻ ക്ലോസും അതായത് പൂർണ്ണാർത്ഥമുള്ള സെന്റൻസും അതിനോടൊപ്പം എന്ത് ചെയ്യുന്നത് സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറഞ്ഞാൽ അതിന് പറഞ്ഞ പേരാണ് കോംപ്ലക്സ് സെന്റൻസ്. അതിനൊരു കോഡ് വെച്ചാണ് പഠിച്ചത് നമ്മൾ. ശബരി യുറ്റി വോൺ, ശബരി യുറ്റി വോൺ എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് വെച്ചിട്ടാണ് പഠിച്ചത്. ശബരി യുറ്റി വോൺ. എസിൽ വരുന്ന വാക്ക് സിൻസ്, എച്ചിൽ വരുന്ന വാക്ക് ഹൗ, ഹവർ. എയിൽ വരുന്ന വാക്ക് അസ്, അസിഫ്. ബിയിൽ വരുന്ന വാക്ക് ബിക്കോസ്, ബിഫോർ. അടുത്ത എയിൽ വരുന്ന വാക്ക് ആൾദോ, ആഫ്റ്റർ. ആറിൽ വരുന്ന വാക്ക് റെയർലി, ബെയർലി, ഹാർഡിലി, വെന്ന്. അതായത് റെയർലി വെന്ന്, ബെയർലി വെന്ന്, ഹാർഡിലി വെന്ന്. ഓക്കെ. ഇനി യൂല് വരുന്ന വാക്ക് അൺലെസ്. ടീല് 3 വാക്കുണ്ട്. ദോ, ത്രൂ, ദാറ്റ്. ദോ ഉണ്ട്, ത്രൂ ഉണ്ട്, ദാറ്റ് ഉണ്ട്. ദോ, ത്രൂ, ദാറ്റ്. ഡബ്ല്യൂല് വരുന്ന വാക്ക് കുറച്ചധികം ഉണ്ട്. വാട്ട്, വാട്ടെവർ. വെന്ന്, വെന്നെവർ. വെയർ, വെയറവർ. വിച്ച്, വിച്ചെവർ. ഹൂ, ഹൂം, ഹൂവർ. വൈ. വാട്ട്, വാട്ടെവർ. വെന്ന്, വെന്നെവർ. വെയർ, വെയറവർ. വിച്ച്, വിച്ചെവർ. ഹൂ, ഹൂം, ഹൂവർ. വൈ. ലാസ്റ്റ് ഓയിൽ വരുന്ന വാക്ക് വൺസ്. എന്നിൽ വരുന്ന വാക്ക് നോ സൂണർ ദാൻ. ഈ വാക്കുകൾ ഏതെങ്കിലും ഒന്ന് സെന്റൻസിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? കോംപ്ലക്സ് സെന്റൻസ്. നോക്കണോ, നമ്മള് അത് ചെയ്യുന്നത് ഐയിൽ പഠിച്ച ശബരി ഐ ഉണ്ട്, ഇവിടെ ഐ ഉണ്ട്, ശബരിക്ക് ഐ ഉണ്ട്. ഐയിൽ വരുന്ന വാക്കാണ് ഇഫ് ഇൻ ഓർഡർ ദാറ്റ്. ശബരിക്ക് ഐ ഇഫ് ഇൻ ഓർഡർ ദാറ്റ്. നോക്കണോ, ഇവിടെ ഇഫ് വരുന്ന ഒരു ചോദ്യം ഉള്ളൂ. അത് ഏത് സെന്റൻസ്? കോംപ്ലക്സ് സെന്റൻസ്. നമ്മൾ പഠിച്ച വാക്കുണ്ട് ഇഫ്, കോംപ്ലക്സ് സെന്റൻസ്. ഇനി നോക്കിയേ, സിമ്പിൾ സെന്റൻസ് എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം? ഒരു പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസ് ആണ് സിമ്പിൾ സെന്റൻസ്. എങ്ങനെ കണ്ടാൽ തിരിച്ചറിയാം സിമ്പിൾ?
ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ് ing തുടങ്ങുന്ന വാക്കുകൾ, ബിസൈഡ്സ് തുടങ്ങുന്ന വാക്കുകൾ, അതേപോലെ 2+v1 വരുന്ന സെന്റൻസ്, to വരുന്ന സെന്റൻസ്, enough to വരുന്ന സെന്റൻസ് എല്ലാം സിമ്പിൾ ആണ്. നോക്കണോ, ഇവിടെ to വന്നിരിക്കുന്നുണ്ടാ, അതുകൊണ്ട് ഇതിനെ സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. അടുത്ത നോക്കണോ, ഇവിടെ ഓർ, നമുക്ക് ഫാൻ ബോയ്സ് വരുന്ന സെന്റൻസ് എല്ലാം ഫാൻ ബോയ്സ് വരുന്ന സെന്റൻസ് കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഫാൻ ബോയ്സ് കോമ്പൗണ്ട് സെന്റൻസ്. F for a and n nor, F for a and n nor, B but, O or, Y yet, അതേപോലെ S so ഈ വാക്കുകൾ വന്നെങ്കിൽ അത് കോമ്പൗണ്ട് സെന്റൻസ്. നോക്കണോ, ഇവിടെ ഏത് വന്നിരിക്കുന്നു, ഓർ വന്നിരിക്കുന്നു, അതുകൊണ്ട് ഈ ഉത്തരം ഈ ചോദ്യം കോമ്പൗണ്ട് ആണ്. ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ing തുടങ്ങുന്നു, ing തുടങ്ങി കഴിഞ്ഞാൽ എന്തായിട്ട് മാറി സിമ്പിൾ സെന്റൻസ് ആയിട്ട് മാറി. ing തുടങ്ങുന്നത് സിമ്പിൾ സെന്റൻസ് ആണ്. ക്ലിയർ ആണോ കുട്ടികളെ? ചോദ്യവും ഉത്തരവും ഓക്കെ ആണോ? ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. പണിഷ് ഹിം ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന സെന്റൻസിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ഉത്തരം ചെയ്ത് നോക്കിയേ, ഏത് വരുന്നു? നമുക്കിവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഏതാണ് വരുന്നത്? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നോക്കിയേ, തന്നിരിക്കുന്നത് ഒരു ഇമ്പരേറ്റീവ് സെന്റൻസ് ആണെങ്കിൽ അതിന്റെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ ആണ് ലോബ് v3 എന്ന് വിളിക്കുക. ലോബ് പ്ലസ് v3 അല്ലെങ്കിൽ ലോബ് v3 എന്ന് വിളിക്കുക. എൽ എന്ന് പറഞ്ഞാൽ ലെറ്റ്, എൽ മീൻസ് ലെറ്റ്, ഓ മീൻസ് ഒബ്ജക്റ്റ്, ബി എന്ന് പറഞ്ഞാൽ ബി മീൻസ് v3 എന്ന് പറഞ്ഞാൽ വെർബിന്റെ മൂന്നാമത്തെ രൂപം ലോബ് v3. നോക്കടോ, ഇവിടെ പണിഷ് എന്ന് പറയുന്നത് വെർബാണ്, ഹിം എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസിൽ ഒബ്ജക്റ്റ് യാതൊരു മാറ്റവും ഇല്ലാതെ എഴുതാം. ഹിം ആണെങ്കിൽ ഹിം തന്നെ എഴുതാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ലെറ്റ് ഹിം ബി പണിഷ്ഡ്. അപ്പൊ ഇമ്പരേറ്റീവ് സെന്റൻസുകളുടെ പാസീവ് വോയിസ് ലോബ് v3 പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. ദിസ് ഷോപ്പ് സെൽസ് നോൺ ഫിക്ഷൻ ബുക്സ്. കണ്ടല്ലോ, തന്നിരിക്കുന്ന ചോദ്യം പാസീവ് വോയിസിലോട്ട് മാറ്റാനാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ചോദ്യം എന്താണ്? തന്നിരിക്കുന്ന ചോദ്യത്തില് നമ്മൾ നോക്കുക, പാസീവ് വോയിസിലോട്ട് മാറ്റാൻ പറയുമ്പം ചോദ്യം മനസ്സിലാക്കി പാസീവ് എഴുതുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. എങ്ങനെ മനസ്സിലാക്കാം? വെർബ് v1 അല്ല എങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബ്, അല്ല എങ്കിൽ ഡു അല്ലെങ്കിൽ ഡസ് വരുന്ന സെന്റൻസുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എങ്കിൽ എന്റെ പാസീവ് വോയിസ് എഴുതുന്ന ഇക്വേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ്, ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്നത് ഈസ്, ആം, ആർ പ്ലസ് ഏതാണ്? v3. ഒബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് ഈസ്, ആം, ആർ പ്ലസ് v3. ഒബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് വേണം ഈസ്, ആം, ആർ എഴുതാൻ. ഒബ്ജക്റ്റ് സിംഗുലാർ ആണെങ്കിൽ ഈസ്, ഒബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ ആറ്, ഒബ്ജക്റ്റ് ആയി വന്നാൽ ആം. നമുക്ക് ഒബ്ജക്റ്റ് എങ്ങനെ കണ്ടെത്താം? തന്നിരിക്കുന്ന സെൻസിലെ വെർബിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന വാക്കാണ് ഒബ്ജക്റ്റ്. ഇവിടെ നോക്കിയാണ് മക്കളെ, ദിസ് ഷോപ്പ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് ആണ്. സെൽസ് എന്ന് പറയുന്നത് എസ്സിൽ അവസാനിക്കുന്ന വെർബാണ്. നമുക്ക് എസ്സിൽ അവസാനിക്കുന്ന വെർബ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓക്സിലറി വരാം? ഈസ്, ആം, ആർ. അവിടെ നിന്ന് എഴുതി വെച്ചിരിക്കുക, ഈസ്, ആം, ആർ എന്ന് എഴുതി വെച്ചു. നോൺ ഫിക്ഷൻ ബുക്സ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ആണ്. ഈ ബുക്സ് പ്ലൂറൽ അല്ലേ? ഇപ്പൊ നോൺ ഫിക്ഷൻ ബുക്സ് ഈസ്, ആം, ആറിൽ ഏതെടുക്കാം? ആർ എടുക്കാം. നോൺ ഫിക്ഷൻ ബുക്സ് ആർ സെല്ലിന്റെ മൂന്നാമത്തെ രൂപം സോൾഡ് ഇൻ ദിസ് ഷോപ്പ്. ഇവിടെ നമുക്ക് ബൈ വന്നിട്ടില്ല. പാസീവ് വോയിസിൽ ചില സമയത്ത് ബൈക്ക് പകരം എന്തൊക്കെ വരാം? ബൈക്ക് പകരം ഇന്ന് വരാം, അതുപോലെ ടു ഒക്കെ വരാം കേട്ടോ. ജീവനില്ലാത്ത വസ്തുക്കളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചേർത്ത് പറയാം? ഇന്ന് ചേർത്തിട്ട് പറയാം. ജീവനില്ലാത്ത വസ്തുക്കളാണെങ്കിൽ ഇന്ന് ചേർത്തിട്ട് പറയാം. ഓക്കെ, ഇവിടെ നമുക്ക് ഷോപ്പ് ജീവനില്ലാത്തതുകൊണ്ട് ഇൻ ദിസ് ഷോപ്പ് അവിടെ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി നോൺ ഫിക്ഷൻ ബുക്സ് ആർ സോൾഡ്. കണ്ടല്ലോ, ആറാണ് വരേണ്ടത്. ഏത് ഓപ്ഷൻ? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? സി ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്. നോൺ ഫിക്ഷൻ ബുക്സ് ആർ സോൾഡ് ഇൻ ദിസ് ഷോപ്പ്. അടുത്ത ചോദ്യം നോക്കിയേ. ഹി വിൽ സേ ഐ ആം നോട്ട് വെൽ. എന്ത് ചെയ്യും? റിപ്പോർട്ട് ചെയ്ത് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഹി വിൽ സേ ഐ ആം നോട്ട് വെൽ. എങ്ങനെ പറയാം? നോക്കിയേ, ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. എങ്ങനെ എഴുതാൻ കുട്ടികളെ? ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹി വിൽ സേ ദാറ്റ് ഹി ഈസ് നോട്ട് വെൽ. എ ഓപ്ഷൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്.
ഇനി കാരണം പറ. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ സേ അല്ലെങ്കിൽ സെയ്സ്, സേ അല്ലെങ്കിൽ സെയ്സ്, ടെല്ല് അല്ലെങ്കിൽ ടെൽസ്, ടെല്ല് അല്ലെങ്കിൽ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ, ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ. വാക്കുകൾ ഏതൊക്കെയാണ്? സേ ഓർ സെയ്സ്, ടെൽ ഓർ ടെൽസ്, ഹാസ് സെഡ് അല്ലെങ്കിൽ വിൽ സേ. വരുന്ന സെന്റൻസുകൾ റിപ്പോർട്ട് ചെയ്യാൻ പറയുമ്പോഴത്തേക്കും ദാറ്റ് ചേർക്കണം. അവയിൽ എന്ത് ചേർക്കുക? സെന്റൻസുകൾക്ക് നടുക്ക് ദാറ്റ് ചേർക്കുക. സബ്ജക്റ്റിന് മാറ്റം വരുത്തി എഴുതുക. സബ്ജക്റ്റ് ഐ കോമ വി ആണ് വരുന്നെങ്കിൽ ഇത് ഫ്രണ്ട് കേൾക്കണം, ആദ്യം കിടക്കുന്ന സബ്ജക്റ്റ് ആക്കുക. ഹീ ഷീറ്റ് ഇതാണെങ്കിൽ മാറ്റണ്ട. യു ആണെങ്കിൽ ആരോട് പറഞ്ഞു എന്നതിനനുസരിച്ച് മാറ്റുക. ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പൊ മീ ആണെങ്കിൽ ഐ ആക്കി കൊടുക്കാം. ഹി വിൽ സേ ടു മീ എന്നാണ് കിടക്കുന്നതെങ്കിൽ ഇത് ഐ എന്നാക്കുക. യുവിന്റെ സ്ഥാനത്ത് ഐ എന്നാക്കുക. മീക്ക് അനുസരിച്ച് ഐ എഴുതുക. ഓക്കെ. ഇനി എന്ത് ടെൻസ് മാറ്റാതെ റിപ്പോർട്ട് ചെയ്യുക. ടെൻസ് മാറ്റണ്ട, ടെൻസ് മാറ്റമില്ലാതെ റിപ്പോർട്ട് ചെയ്യുക. ഇപ്പൊ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് കിടക്കുന്നതെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് തന്നെ എഴുതുക. ഇനി സിമ്പിൾ പ്രസന്റ് ആണ് കിടക്കുന്നതെങ്കിൽ സിമ്പിൾ പ്രസന്റ് തന്നെ എഴുതുക. മാറ്റണ്ട, ടെൻസ് മാറ്റണ്ട. അങ്ങനെയാണെങ്കിൽ നോക്കട്ടെ, ഹി വിൽ സേ ദാറ്റ്. ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഹിയോടൊപ്പം ആം നിൽക്കുവോ? ഇല്ല. അതേ ടെൻസിൽ ഏത് നിൽക്കും? ഈസ് നിൽക്കും. ഹി ഈസ് നോട്ട് വിൽ. അത്രേ ഉള്ളൂ. ഹി ഈസ് നോട്ട് വിൽ. ഹി വിൽ സേ ദാറ്റ് ഹി ഈസ് നോട്ട് വിൽ. നമുക്ക് ഇവിടെ വുഡ് ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഓപ്ഷൻ വരാത്തത്. ഇവിടെ വാസ് പോയി, ഇവിടെയും വാസ് വന്നു, അതുകൊണ്ടാണ് വരാത്തത്. ക്ലിയർ ആണല്ലോ. ഇനി ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളില് നാച്ചുറൽ ട്രൂത്ത്, അതുപോലെ പ്രോവർബ്, അതുപോലെ കോട്ട്സ്, അതുപോലെ സയന്റിഫിക്കലി പ്രൂവ്ഡ് തിങ്സ്, ഇങ്ങനെയുള്ള വാക്കുകൾ സെന്റൻസ് ആണ് വരുന്നെങ്കിൽ ദാറ്റ് ചേർത്ത് സെന്റൻസ് യാതൊരു മാറ്റവും ഇല്ലാതെ എഴുതുക. ദാറ്റ് ചേർത്ത് ആ സെന്റൻസ് മാറ്റമില്ലാതെ എടുത്തെഴുതാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം നോക്കിയേ. ഗാന്ധിജി ഡാഷ് ലെഡ് എ ഡാഷ് ലൈഫ്. സോ ഗാന്ധിജി ലെഡ് എ ഡാഷ് ലൈഫ്. തന്നിരിക്കുന്ന ഉചിതമായിട്ടുള്ള വാക്ക് വെച്ച് ഫില്ലപ്പ് ചെയ്യാനാണ്. ക്വൈറ്റ് ആണ് ഓപ്ഷന് വരുന്നത്. നമുക്ക് ഏത് വരും ഇവിടെ? ഇതിൽ ക്വൈറ്റ് ഏത് വരുന്നു? നമുക്ക് ബി ഓപ്ഷൻ ആയിട്ടുള്ള ക്വൈറ്റ് ആണ് വരുന്നത്. QUIET ക്വൈറ്റ് എന്ന് പറഞ്ഞാൽ ശാന്തം, ശാന്തമായത്, സമാധാനപരമായിട്ടുള്ളത്, സൈലന്റ് ആയിട്ടുള്ളത്. QUITE ക്വൈറ്റ് ഈ പുറത്തിരുന്ന് കഴിഞ്ഞാൽ അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി എന്നാണ്. അബ്സല്യൂട്ട്ലി അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി. QUIT ക്വിറ്റ് എന്ന് പറഞ്ഞാൽ ലീവ് എന്നാണ്. ക്വിറ്റ്, ലീവ്. ഇനി QUOT കോട്ട് എന്ന് പറഞ്ഞാൽ മഹത് വചനങ്ങളാണ്. മഹത്ത് വചനങ്ങളാണ്. കോട്ട് മഹത് വചനങ്ങളാണ്. മറക്കരുത്. ഇവിടെ ഏത്? ക്വൈറ്റ്, ശാന്തമായിട്ടുള്ള, സമാധാനപരമായിട്ടുള്ള എന്ന അർത്ഥത്തിൽ ക്വൈറ്റ് എടുക്കുന്നു. അടുത്ത ചോദ്യം നോക്കിയേ. ഇഫ് ഐ സ്റ്റഡീഡ് വിത്ത് കോൺഫിഡൻസ് ഐ ഡാഷ് ദ എക്സാം. കണ്ടല്ലോ, ഇഫ് ക്ലോസ് ആണ്. ഓക്കെ, ഇഫ് ക്ലോസിൽ സ്റ്റഡീഡ് എന്ന് പറയുന്നത് V2 ആണ്. അപ്പൊ ഇഫ് വരുന്ന ഭാഗത്ത് V2 വന്നിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് ഏത് ഉത്തരം? വുഡ് വരാം, ഷുഡ് വരാം, കുഡ് വരാം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 വരണം. അങ്ങനെയാണെങ്കിൽ ഏത് ഉത്തരം? ദാ ഡി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. ഇഫിന്റെ 3 റൂളാണ്. ഇഫ് കഴിഞ്ഞിട്ട് വെർബ് V1 അല്ലെങ്കിൽ എസ്സിൽ അവസാനിക്കുന്ന വെർബുകൾ വരാം, അല്ലെങ്കിൽ ഓക്സിലറി ഡു വരാം, അതേപോലെ ഡെസ് വരാം, അതുപോലെ ഈസ് വരാം, ആം വരാം, അതുപോലെ ആറ്, ദി, ഹാസ്, ഹാവ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ മറുഭാഗത്ത് ഏത് ഉത്തരം കുട്ടികളെ? വില്ല്, ഷാള്, ക്യാൻ. വില്ല്, ഷാള്, ക്യാൻ, അതേപോലെ മേ. ഇതിൽ ഏതെങ്കിലും ഒരു ഓക്സിലറി പ്ലസ് V1 ആണ്. രണ്ടാമത്തെ റൂള്, ഇഫ് കഴിഞ്ഞിട്ട് എന്ത് വരാം? V2 വരാം, അല്ലെങ്കിൽ ഡിഡ് വന്നിട്ടുണ്ടോ നോക്കാം, അല്ലെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ വന്നിട്ടുണ്ടോ നോക്കാം. എങ്കിൽ മറുഭാഗത്ത് വുഡ്, അതേപോലെ ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1. ഇഫിന്റെ മൂന്നാമത്തെ റൂള്, ഇഫ് കഴിഞ്ഞിട്ട് ഹാഡ് പ്ലസ് V3 ആണ് വരുന്നത്. V3 ആണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഹാവ് പ്ലസ് V3 പഠിക്കണം. വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. ഈ ഹാഡ് വരുന്ന സെൻറ്റൻസിന് ചെറിയ ശ്രദ്ധ കൊടുക്കാം. ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് വരുന്നതെങ്കിൽ, ഹാഡ് കഴിഞ്ഞിട്ട് ഒരു നൗണാണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം ഏതാണ്? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 എഴുതണം. V1 എഴുതി കൊടുക്കണം. കാരണം അവിടെ ഹാഡിനെ V2 വെർബായിട്ട് കരുതുന്നു, വെർബ് ഇല്ലാത്തത് കൊണ്ട്. ഇനി രണ്ട് ഹാഡ് കഴിഞ്ഞിട്ടാണ് ഒരു നൗണ് വരുന്നതെങ്കിൽ മറുഭാഗത്ത് ഏത് ഉത്തരം കുട്ടികളെ? വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് ഹാവ് പ്ലസ് V3. മൂന്നാമത്തെ റൂൾ അനുസരിച്ച് ഉത്തരം. കാരണം രണ്ട് ഹാഡ് ഉള്ളതുകൊണ്ട് ഒരു ഹാഡിന് ഓക്സിലറി, ഒരു ഹാഡിന് വെർബായിട്ട് എടുക്കാം. നമുക്ക് ഇവിടെ ഉത്തരം സ്റ്റഡീഡ് V2 ആയതുകൊണ്ട് വുഡ് പാസ് അവിടെ ഉത്തരമായിട്ട് വരുന്നു. അടുത്ത ചോദ്യം നോക്കി കുട്ടികളെ. ചൂസ് ദ കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വായിച്ചു നോക്കിയിട്ട് സെന്റൻസ് കറക്റ്റ് ആയിട്ടുള്ള ഏതാണെന്ന് നോക്കിയ കുട്ടികളെ. ദ പാരന്റ്സ് ആസ് വെൽ ആസ് ദ കിഡ് വെയർ റെസ്പോൺസിബിൾ ഫോർ ദ പുവർ പെർഫോമൻസ്.
രണ്ടാമത്തത് the parents as well as the kid was responsible for the poor performance. മൂന്നാമത്തത് the kid as well as the parents were responsible for the poor performance. നാലാമത്തത് the kid as well as the parents also responsible for the poor performance. ഏത് വരും കുട്ടികളെ? ഉത്തരം നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് നമുക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the parents as well as the kid were responsible for the poor performance. ഏത് ഓപ്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ ഓപ്ഷൻ ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? എ ഓപ്ഷൻ. കാരണം എന്താണ്? as well as വെച്ചിട്ട് as well as അതേപോലെ as much as വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റുകളെ ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. ആദ്യ സബ്ജക്റ്റ് ഏതാണ്ട് പാരന്റ്സ് ആണ്. as well as വെച്ചിട്ട് രണ്ട് സബ്ജക്റ്റ് കിഡിനെയും പാരന്റ്സിനെയും കണക്ട് ചെയ്തു. പാരന്റ്സിനനുസരിച്ച് ഉത്തരം എഴുതുക. പാരന്റ്സ് പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഉത്തരം എഴുതാം വേർ വരാം. വേർ റെസ്പോൺസിബിൾ വരുന്നു. നമുക്ക് ഇവിടെ പാരന്റ്സ് ആണ്. പാരന്റ്സ് പ്ലൂറലാണ്. ഇവിടെയും എന്ത് വന്നിരിക്കുന്നു? വാസാണ് വന്നിരിക്കുന്നത്. വാസ് സിംഗുലാർ, അതുകൊണ്ട് ഉത്തരം വരില്ല. ഇവിടെ കിഡ് സിംഗുലാർ ആണ്, അപ്പോൾ സിംഗുലാർ വെർബ് പറഞ്ഞു. ഇവിടെ വേറാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് വരില്ല. ഇവിടെ നമുക്ക് വെർബ് ഇല്ല, അതുകൊണ്ട് വരില്ല. ഓക്സിലറി ഇല്ല. നോക്കിയേ, അപ്പം as well as as much as അങ്ങനെയാണെങ്കിൽ ആ വാക്കുകളൊന്ന് പറയാൻ പറ്റൂടല്ലേ? വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, റാദർ ദാൻ, മോർ ദാൻ, റാദർ ദാൻ, more than, in the company of, accompanied by, followed by. In the company of, accompanied by, followed by, in addition to, besides, as well as much as, like, unlike, including, not including, excluding, not excluding, and not. ഈ വാക്കുകൾ വെച്ച് രണ്ട് സബ്ജക്റ്റിനെ ബന്ധിപ്പിച്ചാൽ ആദ്യത്തെ സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതണം. ഫസ്റ്റ് സബ്ജക്റ്റിന്റെ സിംഗുലാർ പ്ലൂറൽ അനുസരിച്ച് ഉത്തരം എഴുതുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയേ. ഐ ബോട്ട് ഡാഷ് ബ്രെഡ് യെസ്റ്റർഡേ. നോക്കടേ, ഇവിടെ ബ്രെഡിന്റെ കളക്റ്റീവാണ് ചോദിച്ചിരിക്കുന്നത്. ലോഫ് ഉണ്ട്, ബാർ ഉണ്ട്, ബ്ലോക്ക് ഉണ്ട്, സ്ട്രിപ്പ് ഉണ്ട്. ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് എ ഓപ്ഷൻ ആയിട്ടുള്ള ഏതാണ്? ലോഫ് ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. ബ്രെഡിന്റെ കളക്റ്റീവാണ് ലോഫ് ഓഫ് ബ്രെഡ് എന്നാണ് പറയുന്നത്. ലോഫ് ഓഫ് ബ്രെഡ് എന്നാണ് പറയുന്നത്. മറക്കല്ലേ. ഷീപ്പിന്റെ കളക്റ്റീവാണ് ഫ്ലോക്ക് ആണ് കേട്ടോ. ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്ന് പറയും. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ടൂറിസ്റ്റ്, ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ടൂറിസ്റ്റ് ബേർഡ് കേട്ടോ. ഫ്ലോക്ക് ഓഫ് ഷീപ്പ്, ടൂറിസ്റ്റ് ബേർഡ്. പൈൽ ഓഫ് ആണെങ്കിൽ പൈൽ ഓഫ് ആണെങ്കിൽ ബുക്ക് ക്ലോത്ത് ആണ് കേട്ടോ. പൈൽ ഓഫ് ബുക്ക് ക്ലോത്ത്. ഓക്കെ, അതേപോലെ എന്ത് ചെയ്യുന്നു? പ്രൈഡ് ഓഫ് ആണെങ്കിൽ പ്രൈഡ് ഓഫിനകത്ത് വരുന്ന നൗണുകൾ ലയണ്, ടൈഗർ, ലയണ്, പീക്കോക്ക്. ലയണ്, പീക്കോക്ക്. പ്രൈഡ് ഓഫ് ലയണ്, പീക്കോക്ക് ആണ് കേട്ടോ. പ്രൈഡ് ഓഫ് ലയണ്, പീക്കോക്ക്. ഒരു 5 എണ്ണം പഠിച്ച്. അതേപോലെ ഫിഷിന്റെ കളക്ഷൻ അതാണ്. സ്കൂൾ ഓഫ് ഫിഷ് എന്ന് പറയാം. അതേപോലെ ഷോൾ ഓഫ് ഫിഷ് എന്ന് പറയാം. SHOA ഉണ്ട്. ഷോൾ ഓഫ് ഫിഷ് എന്ന് പറയാം. ക്യാച്ച് ഓഫ് ഫിഷ് എന്ന് പറയാം. ക്യാച്ച് ഓഫ് ഫിഷ് എന്ന് പറയാം. അതേപോലെ ഔൾ ഓഫ് ഫിഷ്, HAUL, ഔൾ ഓഫ് ഫിഷ്. ഷോൾ ഓഫ് ഫിഷ്, ക്യാച്ച് ഓഫ് ഫിഷ്, ഔൾ ഓഫ് ഫിഷ് എന്ന് പറയാം കേട്ടോ. അതേപോലെ പാർട്ടി ഓഫ് ഫ്രണ്ട്സ് ആണ്. പാർട്ടി ഓഫ് ഫ്രണ്ട്സ് ആണ് കേട്ടോ. പാർട്ടി ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, ഇത് കളക്റ്റീവാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത് നോക്കിയേ. നേപ്പാളീസ് ക്ലൈംബർ ബിൻ ബഹദൂർ ഷെർഷാൻ ഈസ് ദ ഓൾഡസ്റ്റ് മാൻ ടു സ്കെയിൽ മൗണ്ട് എവറസ്റ്റ്. ചേഞ്ച് ഇൻ ടു കമ്പാരറ്റീവ് ഡിഗ്രി ആണ് പറഞ്ഞിരിക്കുന്നത്. താഴെ ഓപ്ഷൻ വായിച്ചിട്ട് ഏതാണ് ഉത്തരം നോക്കിയേ. നോബഡി ഈസ് ഓൾഡർ ദാൻ ബഹദൂർ ഷെർഷാൻ ടു സ്കെയിൽ മൗണ്ട് എവറസ്റ്റ്. നോ ക്ലൈംബർ ഈസ് ഓൾഡ് അസ് മിൻ ബഹദൂർ ഷെർഷാൻ ടു സ്കെയിൽ മൗണ്ട് എവറസ്റ്റ്. അടുത്തത് നേപ്പാളീസ് ക്ലൈംബർ മിൻ ബഹദൂർ ഷെർഷാൻ ഈസ് ഓൾഡർ ദാൻ എനി അതർ ക്ലൈംബർ ടു സ്കെയിൽ മൗണ്ട് എവറസ്റ്റ്. ലാസ്റ്റ് ഓപ്ഷൻ മൗണ്ട് എവറസ്റ്റ് ഈസ് as old as മിൻ ബഹദൂർ ഷെർഷാൻ who climbed it. ഏത് വരുന്ന കൂട്ടിലെ നമുക്ക് കമ്പാരിറ്റീവ് ഡിഗ്രി ആകുമ്പോൾ ദാൻ വരണം. ദാൻ വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഇവിടെയും ഉണ്ട്, അതേപോലെ ഏതുകൊണ്ട് സി ഓപ്ഷനിലും ഉണ്ട്. സി ഓപ്ഷനിലും എന്ത് ചെയ്യുന്നുണ്ട്? ദാൻ വന്നിട്ടുണ്ട്. ഓൾഡർ ദാൻ വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇവിടെ ദാൻ കഴിഞ്ഞിട്ട് നമ്മൾ എനി അതർ വന്നാൽ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ വരണം. ദാൻ കഴിഞ്ഞിട്ട് എന്ത് വരണം? എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ വരണം. ഇവിടെ എനി അതർ ഓൾ അതർ ഇല്ല. ഇവിടെ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് ഓപ്ഷൻ വരുന്നൂടെ? സി ഓപ്ഷൻ ഉത്തരമായിട്ട് വരുന്നു. സി ഓപ്ഷൻ ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എങ്ങനെ പഠിച്ചു കൂട്ടുക?
ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് കമ്പാരറ്റീവ് ഡിഗ്രി പ്ലസ് ദാൻ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ, ദാൻ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ പ്ലസ് സെക്കൻഡ് സബ്ജക്റ്റ്, ദാൻ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ പ്ലസ് സെക്കൻഡ് സബ്ജക്റ്റ്. നമുക്ക് ദാൻ കഴിഞ്ഞാൽ എനി അതർ അല്ലെങ്കിൽ ഓൾ അതർ ഉപയോഗിക്കണം. അപ്പോൾ ഇവിടെ എനി അതർ ഒന്നുമില്ല, ഓൾ അതറും ഇല്ല, അതുകൊണ്ടാണ് അത് വരാത്തത്. അടുത്ത ചോദ്യം നോക്കി കുട്ടികളെ. ക്യാൻഡി ടേസ്റ്റ് സ്വീറ്റ്. അതായത് ഈ സെന്റൻസ് തെറ്റാണ്. ഇതിന്റെ ശരിയായ രൂപം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്, കറക്റ്റ് സെന്റൻസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ക്യാൻഡി എന്ന് പറയുന്നത് സിംഗുലാർ ആണ് കേട്ടോ. ക്യാൻഡി എന്ന് പറയുന്നത് സിംഗുലാർ ആണ്. അപ്പൊ നമ്മൾ സിംഗുലാർ വെർബ് വരണം. ടേസ്റ്റ് പ്ലൂറൽ ആണ്, ടേറ്റ്സ് വരണം. അപ്പൊ ടേറ്റ്സ് വരുന്ന ഓപ്ഷൻ ഏതാണ്ട് ദാ ഡി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. നമുക്ക് ടേസ്റ്റ് ആണ് ഇവിടെയും കിടക്കുന്നത്, ഇവിടെയും ടേസ്റ്റ് ആണ്, ഇവിടെ ടേസ്റ്റിംഗ് ആണ്. ING ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കില്ല, മുന്നിൽ ഓക്സിലറി വരണം. അപ്പൊ ടേറ്റ്സ് ആണ് നമുക്ക് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. രേഖ വിൽ ഹാവ് ടീ. കണ്ടല്ലോ, ക്വസ്റ്റ്യൻ ടാഗ് ഉപയോഗിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. രേഖ വിൽ ഹാവ് ടീ തന്നിട്ടുണ്ട്. രണ്ട് ഓക്സിലറി വെർബ് വരുന്ന സെന്റൻസുകളുടെ ടാഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഓക്സിലറിക്ക് അനുസരിച്ച് ടാഗ് ചെയ്യണം. ആദ്യത്തെ ഓക്സിലറി വില്ലാണ്, വില്ല് വെച്ച് ടാഗ് ചെയ്യണം. വില്ലിനോടൊപ്പം നോട്ട് ചേർന്നാൽ വോണ്ട് എന്നാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് വോണ്ട് ഷീ അവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നൂടെ? വോണ്ട് ഷീ നമുക്ക് അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത ചോദ്യം നോക്കിയേ. ഇറ്റ് ഈസ് ടൈം ദ ചിൽഡ്രൻ ഡാഷ്. ഇറ്റ് ഈസ് ടൈം ദ ചിൽഡ്രൻ ഡാഷ്. കണ്ടല്ലോ, തന്നിരിക്കുന്ന ഓപ്ഷനിൽ വെന്റ് ടു ബെഡ് ഉണ്ട്, ഗോ ടു ബെഡ് ഉണ്ട്, ഗോസ് ടു ബെഡ് ഉണ്ട്, ഗോയിങ് ടു ബെഡ് ഉണ്ട്. ഏത് ഉത്തരം വരുന്നു കുട്ടികളെ? ഒന്ന് പറഞ്ഞു നോക്കിയേ. നമുക്ക് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എ ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏത് വരുന്നു? എ ഓപ്ഷൻ. ഇനി പഠിച്ചോണേ. ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം. മൂന്നാമത്തത് ഇറ്റ് ഈസ് എബൌട്ട് ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. വാക്കുകൾ ഏതൊക്കെ ഉണ്ടായി? ഇറ്റ് ഈസ് ടൈം, ഇറ്റ് ഈസ് ഹൈ ടൈം, ഇറ്റ് ഈസ് എബൌട്ട് ടൈം. ഇത് കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്താണ്? V2. സബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം V2. സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വരാം, ഉത്തരം V2. നോക്കണോ, ഇറ്റ് ഈസ് ടൈം കഴിഞ്ഞിട്ട് ഇവിടെ ചിൽഡ്രൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് വന്നിരിക്കുന്നത്, ഉത്തരം V2. വെന്റ് V2, ഗോ V1, ഗോസ് എസിൽ അവസാനിക്കുന്നുണ്ട്, ഗോയിങ് ING. ഇനി ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 4 ആണ് വരുന്നതെങ്കിൽ ING ഉത്തരമായിട്ട് വരും. 4 ആണ് വരുന്നതെങ്കിൽ ING ഉത്തരം. ഇറ്റ് ഈസ് ടൈം ഫോർ സിംഗിങ് എ സോങ്. ഇത് കഴിഞ്ഞിട്ട് 2 ആണ് വരുന്നതെങ്കിൽ, ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 2 ആണ് വരുന്നതെങ്കിൽ V1 ഉത്തരമായിട്ട് വരും. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 2 ആണ് വരുന്നെങ്കിൽ V1 ഉത്തരം. ഇറ്റ് ഈസ് ടൈം ടു ഗോ ഹോം. അടുത്ത് നോക്കിയേ. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് 4 വന്നു കഴിഞ്ഞാൽ ING നമ്മൾ പഠിച്ചു. 4 കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം 2 + V1 ആയിരിക്കും. ഇനി 4 കഴിഞ്ഞിട്ട് ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, 4 പ്ലസ് സബ്ജക്റ്റ് ഓർ ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ ഉത്തരം 2 + V1 ആയിരിക്കണം. ഇറ്റ് ഈസ് ടൈം ഫോർ യു, ഇറ്റ് ഈസ് ടൈം ഫോർ യു ടു സിംഗ് എ സോങ്. അവിടെ ഉത്തരമായിട്ട് വരും. അടുത്ത് നോക്കിയേ. This is the market dash the vegetables dash the vegetables are sold. കണ്ടല്ലോ, അപ്പോൾ റിലേറ്റീവ് പ്രോനൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. വെൻ ഓപ്ഷനിലുണ്ട്, വെയർ ഉണ്ട്, വിച്ച് ഉണ്ട്, വാട്ട് ഉണ്ട്. ഏത് ഉത്തരം വരും കുട്ടികളെ? നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് വെയർ ആണ് കേട്ടോ. B ഓപ്ഷൻ ആയിട്ടുള്ള വെയർ ആണ്. കാരണം എവിഡേ അല്ലെങ്കിൽ അവിടെ എന്നർത്ഥം വരുന്നിടത്ത് നമുക്ക് എന്ത് ഉപയോഗിക്കാം? വെയർ ഉപയോഗിക്കാം. അതുകൊണ്ട് അവിടെ എന്ന അർത്ഥത്തിൽ വെയർ നമുക്ക് ഉദ്ദേശിച്ച് പറയാം. അടുത്ത ചോദ്യം നോക്കി. എ ഡാഷ് ഈസ് മെയ്ഡ് 2 more മെയിൻ ക്ലോസസ്. താഴെ തന്നിരിക്കുന്ന ഏത് സെന്റൻസ് ആണ് 2 മെയിൻ ക്ലോസ് അല്ലെങ്കിൽ കൂടുതൽ ചേർത്ത് പറയുന്നത്? മെയിൻ ക്ലോസ് 2 പൂർണ്ണാർത്ഥമുള്ള സെന്റൻസ് ചേർത്ത് പറയുന്ന പേരാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്നാണ് പറയുന്നത്. സിമ്പിൾ സെന്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ ക്ലോസ് മാത്രം വരുന്നു. കോമ്പൗണ്ട് സെന്റൻസ് പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് മെയിൻ ക്ലോസസ് ചേർത്ത് പറയുന്നു. കോംപ്ലക്സ് സെന്റൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും ചേർത്ത് പറയുന്നതാണ് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ കോമ്പൗണ്ട് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത നോക്കിയേ. ഊൾ ഗ്യാതറിംഗ് എന്നതിന്റെ മീനിങ് എന്തെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇഡിയമാണ്. ഊൾ ഗ്യാതറിംഗ് മീൻസ് ഡേ ഡ്രീമിംഗ് എന്നാണ്. ഊൾ ഗ്യാതറിംഗ് മീൻസ് ഡേ ഡ്രീമിംഗ്, പകൽ കിനാവ് കാണുക എന്നാണ്. ഊൾ ഗ്യാതറിംഗ് മീൻസ് ഡേ ഡ്രീമിംഗ്. അതിന് മറ്റൊരു ഇഡിയം കൂടെ പറയും. ബിൽഡ് എ കാസ്റ്റിൽ ഇൻ ദി എയർ എന്ന് പറഞ്ഞാലും മേക്ക് എ ഫുളിഷ് ഡ്രീംസ് എന്നാണ്. ബിൽഡ് എ കാസ്റ്റിൽ ഇൻ ദി എയർ എന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് മേക്ക് അല്ലെങ്കിൽ മേക്ക് ഫൂളിഷ് ഡ്രീംസ് എന്നാണ്. ബിൽഡ് എ കാസ്റ്റിൽ ഇൻ ദി എയർ എന്ന് പറഞ്ഞാലും മേക്ക് ഫൂളിഷ് ഡ്രീംസ് എന്നാണ്.